എല്ലാവർക്കും മോർ ആൻഡ് വ്യൂസ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം. ഞാൻ ബിനു നായർ. ഇന്ന് നമ്മൾ എക്സലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഫംഗ്ഷനുകളുടെ ഒരു പരമ്പരയാണ് ആരംഭിക്കുന്നത്. ഓരോ ക്ലാസ്സുകളിലായി എക്സലിൽ ഉപയോഗിക്കുന്ന ഏതാനും ഫംഗ്ഷനുകളെ കുറിച്ച് വ്യക്തമായിട്ട് അതിൻ്റെ ഡെഫിനിഷനും നിങ്ങൾക്ക് നൽകും. അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. നമുക്കറിയാം, നമ്മൾ പല യൂട്യൂബ് ചാനലുകളിലും കാണുന്ന വലിയ വലിയ വീഡിയോസിൽ പലതരത്തിലുള്ള ഫംഗ്ഷനുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോകളിൽ ഒന്നും ഈ ഫംഗ്ഷൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഒരു വീഡിയോയും കാണിച്ചു തരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി, എല്ലാ ഫങ്ഷൻസും എന്തിനു ഉപയോഗിക്കുന്നു എന്നതും അതൊരു എക്സാമ്പിൾ സഹിതം ഒരു ക്ലാസ് തരുമോ എന്ന് പല ആളുകളും ചോദിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനുകളുടെ ഒരു പരമ്പര ആരംഭിക്കുന്നത്. ഇത് ആദ്യത്തെ ക്ലാസ് ആണ്. ഇതിനുശേഷം ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷൻസുകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. വളരെ ഈസി വേ ആണ് നമ്മളിവിടെ അവലംബിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനായി ഞാൻ എക്സലിൽ ഒരുപാട് ഫങ്ഷൻസ് നോക്കൂ. ഇവിടെ ഞാൻ ഒരുപാട് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് സം ഫംഗ്ഷൻ. എന്താണ് സം ഫംഗ്ഷൻ എന്ന് നോക്കാം. സം ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്: സം ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ആഡ് നമ്പേഴ്സ്, സെൽസ് ഓർ റേഞ്ചസ് ഓഫ് സെൽസ് ടുഗദർ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫംഗ്ഷൻ ഇൻ എക്സൽ. അറിയാലോ, മനസ്സിലായല്ലോ. അതായത് നമ്മൾക്ക് സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് നമ്പേഴ്സിന്റെ തുക കാണുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി, സം കാണുന്നതിന് വേണ്ടി, തുക കാണുന്നതിന് വേണ്ടി. ഓക്കെ, അത് നമുക്ക് നമ്പേഴ്സ് ഡയറക്റ്റ് കൊടുത്തുകൊണ്ട് അതിന്റെ തുക കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സെല്ലുകളിൽ എൻ്റർ ചെയ്ത നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക റേഞ്ചിലുള്ള സെല്ലുകൾ മൊത്തം സെലക്ട് ചെയ്തിട്ട് അതിന്റെ സം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് സം ഫംഗ്ഷൻ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ നോക്കൂ, ഈ ഒരു സെക്ഷനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഈ സെലക്ട് ചെയ്ത ഈ ഒരു സെക്ഷൻ നോക്കൂ. ഇവിടെ നമ്മൾ കുറെ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ സം എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന രൂപം എന്താന്ന് വെച്ചാൽ, ഇവിടെ ആദ്യം ഞാൻ പറയാം, ഈക്വൽ സം എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഫംഗ്ഷൻ എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് സം ഫംഗ്ഷന്റെ ഒരു സിൻടാക്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്പർ 1, നമ്പർ 2, ഇങ്ങനെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ സെല്ലുകളെയാണ് ഞാൻ സം ചെയ്യാൻ പോകുന്നത്. ഇത്രയും സെല്ലുകളെയാണ് സം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മൾ ഇവിടെ നോക്കൂ, ഏറ്റവും ടോപ്പിലെ സെല്ലിൽ നമ്മൾ കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. നോക്കൂ, നമ്മൾ ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടോ, താഴെ നമുക്ക് F3 ഒരു കോളം വന്നു, F4 വന്നു. നോക്കൂ, അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. നോക്കൂ, ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്? F3 F8. എന്താണ് അതിന്റെ അർത്ഥം? F3 എന്ന് പറയുന്ന ഈ സെല്ല് മുതൽ F8 വരെയുള്ള സെല്ലുകൾ. അപ്പൊ ഈ റേഞ്ചിലുള്ള സെല്ലുകളിലുള്ള നമ്പേഴ്സിന്റെ തുകയായിരിക്കും ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുണ്ടായി, സമ്മ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക റേഞ്ചിലെ, നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിലെ ആ സെല്ലുകളിലെ വാല്യൂസിന്റെ തുക കാണാം. ആദ്യത്തെ ഒരു ഉപയോഗം ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രാക്കറ്റ് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. സം ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യൂ. നോക്കൂ, നമുക്ക് ഇത്രയും നമ്പേഴ്സ് കൂട്ടിയിട്ട് അതിന്റെ തുക നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. 65,550 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെയുണ്ട് കുറെ നമ്പേഴ്സ് കൊടുത്തിട്ട്. ഇനി ഇതിപ്പോ നമ്മൾ മുകളിലുള്ളതാണ് നമ്മൾ ചെയ്തത് അല്ലെ. അതേപോലെ നമുക്ക് ഈ വശത്തേക്കുള്ള നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? തുക കാണാൻ സാധിക്കും. നോക്കൂ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കാം. അതിനും നമുക്ക് വളരെ ഈസിയാണ്. ഈക്വൽ സമ്മ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മുതലുള്ള സെല്ലുകളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ഈ ഫസ്റ്റ് സെല്ല്, അതായത് D11 എന്ന് പറയുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്തോ, ദെൻ ഡ്രാഗ് ചെയ്യാൻ ഞാൻ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്തോ. ഓക്കെ, ഇനി ആ ഫംഗ്ഷൻ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. അപ്പൊ നോക്കൂ, D11 to I11.
ഓക്കെ, അതുവരെയുള്ള സെല്ലുകളായാണ് നമ്മളിപ്പോൾ സം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതും ജസ്റ്റ് എൻ്റർ അടിച്ചോളൂ. നോക്കൂ, 6550, അതായത് ഈ നമ്പേഴ്സ് തന്നെയാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അതിന്റെ തുക നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ഡയറക്റ്റ് നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ഇതുപോലെ നമുക്ക്, അതായത് ഈക്വൽ നമ്മൾ പറയുന്നു സം ഫംഗ്ഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ പറയുകയാണ് 100, 100 കൂട്ടണം 200, ഇങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ടോ എല്ലാം കോമ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. നോക്കൂ, അതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നോക്കൂ, ഇവിടെ 100ഉം 200ഉം 300ഉം കൂടെ കൂട്ടിയ ഉത്തരവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, സം ചെയ്യാൻ സാധിക്കും. ഓക്കെ, സം ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇനി വേറൊരു രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കഴ്സർ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇവിടെ കഴ്സർ കൊണ്ടുവച്ചു, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈക്വൽ സം എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം. എന്നിട്ട് നമ്മൾ സം കൊടുക്കണം, സം ഓഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ, ഇവിടെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് 65,536 ഈ സെല്ലിലെ വാല്യൂ. ഓക്കെ, ഇനി കോമ ഇടുക. അടുത്ത സെല്ല് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കോമ എന്ന് കൊടുക്കുക. ഓക്കെ, കോമ എന്ന് കൊടുത്തോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണോ, ഈ സെല്ലിത്തെ മൊത്തം വാല്യൂ ആണ്, ഈ സെല്ലിത്തെ മൊത്തം വാല്യൂ. ഓക്കെ, നോക്കൂ, ആ സെല്ലിത്തെ മൊത്തം വാല്യൂ എന്ന് പറയുമ്പോൾ നോക്കൂ, K3:K8. അപ്പൊ K3 മുതൽ K8 വരെയുള്ള സെല്ലിലെ വാല്യൂസ്, കോമ. ഇനി നമുക്ക് ഇതും വേണം. ഓക്കെ, കോമ. ഇനി നിങ്ങൾക്ക് ഏതാ വേണ്ടത്, ഇതും കൂടെ വേണോ, ഇതും കൂടെ ആയിക്കോട്ടെ. ഓക്കെ, ഇത്രയും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലുകളിലെ ഒക്കെ വാല്യൂസ്, അത് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലുള്ള സെല്ലുകളാണ് അല്ലേ. അപ്പോൾ ആ സെല്ലുകളിലൊക്കെ വാല്യൂസ് സം ചെയ്ത ഒരു ഉത്തരമായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. നോക്കൂ, നമുക്ക് എൻ്റർ അടിച്ച് നോക്കാം. കണ്ട, നമുക്ക് 1, 10, 100, 1000, 14 ലക്ഷം, 1,97,250. അപ്പോൾ ഈ 600 കൂട്ടി, ഇതെല്ലാം കൂട്ടി, ഇത് കൂട്ടി, ഇത് കൂട്ടി. മനസ്സിലായല്ലോ. അപ്പൊ സം എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചെയ്തു നോക്കാം. ഓക്കെ, അടുത്തതായി നമുക്ക് കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോൺകാറ്റിനേറ്റ് നോക്കൂ, ഇത് ഉപയോഗിക്കുന്നത് ടു കമ്പൈൻ മൾട്ടിപ്പിൾ ടെക്സ്റ്റ് സ്ട്രിങ്സ്, സെൽ വാല്യൂസ് ഓർ നമ്പേഴ്സ് ഇൻടു എ സിംഗിൾ ടെക്സ്റ്റ് സ്ട്രിങ്. ഓക്കെ, അതായത് നമ്മൾ ഒന്നിലധികം സെല്ലുകളിൽ ഇരിക്കുന്ന ടെക്സ്റ്റുകളെ ഓക്കെ അത് ഒരൊറ്റ സെല്ലിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒന്നിലധികം സെല്ലുകളിൽ ഇരിക്കുന്ന നമ്പേഴ്സ്, ആ നമ്പേഴ്സിനെ നമുക്ക് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ഒരൊറ്റ സെല്ലിലെ കണ്ടൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺകാറ്റിനേറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ ഉപയോഗം എങ്ങനെയെന്ന്. നോക്കൂ, നമുക്ക് കോൺകാറ്റിനേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കൂ, ഇവിടെ ഓരോ സംഭവങ്ങൾ ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഫസ്റ്റ് നെയിം അല്ലേ, നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ഫുൾ നെയിം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അനിൽ, സെക്കൻഡ് നെയിം കുമാർ. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫുൾ നെയിം എന്നുള്ള ഈ ബോക്സിൽ നമുക്ക് ഇവരുടെ ഈ സെല്ലിലെ വാല്യൂവും ഈ സെല്ലിലെ വാല്യൂവും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം കോൺകാറ്റിനേറ്റ്. നോക്കൂ, ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കൂടെ ആരെയാണ് ആഡ് ചെയ്യേണ്ടത്, കോമ ഇട്ടിട്ട് അടുത്ത സെല്ല് ഏതാ വെച്ചാൽ ആ സെല്ല് സെലക്ട് ചെയ്യുക. നോക്കൂ, നമ്മൾ അനിലിരിക്കുന്ന E8 എന്നുള്ള സെല്ല്, കോമ F8, ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ. ഇതിന് എൻ്റർ അടിച്ചു നോക്കൂ, നമുക്ക് അനിൽ കുമാർ എന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, അനിലും വന്നു, കുമാറും വന്നു അല്ലേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനിലിനും കുമാറിനും ഇടയ്ക്ക് ഒരു സ്പേസ് കൊടുക്കണം എന്ന് വയ്ക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ, നമ്മൾ ഈക്വൽ, നമ്മൾ ഇതേപോലെ കോൺകാറ്റിനേറ്റ് ഓക്കെ ഫംഗ്ഷൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ സെല്ലിന്റെ പേര് പറഞ്ഞു. ഓക്കെ, കോമ ഇട്ടതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഡബിൾ കൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു ഡബിൾ കൊട്ടേഷൻ കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ്, അനിൽ എന്നുള്ള വേർഡ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ്, ദെൻ കോമ. ഓക്കെ, ഇനി അടുത്ത സെല്ല് ഏതാ, ഈ സെല്ല്, കുമാർ ഇരിക്കുന്ന സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഏതാണ്, F8 അല്ലെ. F8 എന്ന കോളം സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കൂ, അനിൽ കഴിഞ്ഞതിന് ശേഷം കുമാർ കണ്ട ഒരു സ്പേസ് അവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക്
ഇവിടെ നമ്മൾ ഈ സെല്ലിൽ മാത്രമാണ് ഇപ്പൊ നമ്മൾ കോൺകാൻഡിനേറ്റ് ഇക്വേഷൻ കൊടുത്തത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് ഈ ഇക്വേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കണ്ടോ നമുക്കൊരു ചെറിയൊരു ബോക്സ് ഉണ്ട് അല്ലെ. അവിടെ ഒന്ന് മൗസ് കൊണ്ടുവരുന്ന സമയത്ത് നോക്കും നമ്മുടെ മൗസിന്റെ പോയിന്റ് ഇതാ ഇങ്ങനെ ഒരു പ്ലസ് സിമ്പിൾ ആവും. അതായി കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, നമുക്ക് എല്ലാ സെല്ലുകളിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നമ്മൾക്ക് ആ സ്പേസ് കൊടുത്തതിന് ശേഷം നമുക്ക് അനിൽ കഴിഞ്ഞ ശേഷം ഒരു ഐഫൺ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. നോക്കാം, നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കോൺകാൻഡിനേറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പറയുന്നു അനിൽ എന്നുള്ള സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കോമ ഇട്ടിട്ട് ഡബിൾ കൊട്ടേഷനിൽ ഒരു ഐഫൺ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, നേരത്തെ നമ്മൾ സ്പേസ് കൊടുക്കാന് അവിടെ ഒരു സ്പേസ് മാത്രം ഇട്ട് കൊടുത്തു അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഐഫൺ കൊടുക്കുക, ദെൻ കോമ, ദെൻ കുമാർ ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യാം, ദെൻ നമ്മുടെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. അപ്പൊ നോക്കൂ, നമുക്ക് അനിൽ കഴിഞ്ഞ ശേഷം കണ്ട ഒരു ഐഫൺ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിതിനെ ആഡ് ചെയ്യുന്ന സമയത്ത്, രണ്ട് ടെക്സ്റ്റുകളെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള സിംബൽസ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ താഴോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ നമ്പേഴ്സിനെ നമുക്ക് കോൺകാൻഡിനേറ്റ് ചെയ്യാം. നോക്കൂ, നമുക്ക് ഇവിടെ ഈ സെല്ലിൽ നോക്കൂ 12 ഉണ്ട്, ഈ സെല്ലിൽ 5 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ രണ്ട് സെല്ലിലെ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ 125 എന്നുള്ള പേരിലാക്കണം. 1 2 പിന്നെ ഈ 5ഉം കൂടെ. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് കൂട്ടിച്ചേർക്കാം. നോക്കൂ, ഈക്വൽ, ഞാൻ കോൺകാൻഡിനേറ്റ്. ഓക്കെ, അതിനുശേഷം ഫംഗ്ഷനിൽ നമ്മൾ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്തു, E14 കോമ, ഇനി എന്താ നമുക്ക് വേണ്ടത്, F14 അല്ലെ. അടുത്ത സെല്ല് ഇതാണ് അല്ലെ, F14. അതിനുശേഷം ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക. നോക്കൂ, എന്റർ കീ പ്രസ് ചെയ്താൽ 125 എന്ന് കിട്ടി. അതായത് 12ന്റെ കൂടെ 5നെ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തു. മനസ്സിലായല്ലോ. അപ്പൊ ടെക്സ്റ്റിന് മാത്രമല്ല നമുക്ക് നമ്പേഴ്സിന് ഇതുപോലെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺകാൻഡിനേറ്റ് എന്ന് പറയുന്ന കമാൻഡ്. അപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലും ഈ കമാൻഡ് യൂസ്ഫുൾ ആണ്. ആവശ്യമുള്ളിടത്തൊക്കെ ലോജിക്കിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൗണ്ട് ഫംഗ്ഷൻ ആണ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എണ്ണുക അല്ലെ, എണ്ണം കിട്ടാനുള്ള ഫംഗ്ഷനാണ്. ദ കൗണ്ട് ഫംഗ്ഷൻ ഇൻ എക്സൽ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് ദാറ്റ് കണ്ടെയ്ൻ നമ്പേഴ്സ് വിത്തിൻ എ സ്പെസിഫൈഡ് റേഞ്ച്. നമ്മളൊരു പ്രത്യേക റേഞ്ചിലുള്ള, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലുകളിൽ എത്ര സെല്ലുകളിൽ ന്യൂമറിക് വാല്യൂ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ. നമ്മൾ ഒരുപാട് സെല്ലുകൾ സെലക്ട് ചെയ്തു, ആ സെല്ലുകളിൽ എത്ര സെല്ലുകളിൽ നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സ് ഉള്ള സെല്ലുകളുടെ എണ്ണം റിട്ടേൺ ചെയ്യും. അതാണ് കൗണ്ട് ഫംഗ്ഷൻ. ഓക്കെ, എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഞാൻ ഇവിടെ കുറച്ച് ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നെയിം, ഏജ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൗണ്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാണ്. കൗണ്ട് ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. അതിന്റെ സിൻടാക്സ് COUNT, കൗണ്ട് ഫംഗ്ഷൻ. ഇതിന് എന്താ പറയുന്നത്, വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെയുള്ള സെല്ലുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ F5 മുതൽ F8 വരെ, അല്ലെങ്കിൽ നമുക്ക് ഇത് മൊത്തം സെലക്ട് ചെയ്യാം. നോക്കൂ, ഇത്രയും സെലക്ട് ചെയ്തു. നോക്കൂ, നമ്മൾ അനിൽ 24 ഈ 3 സെല്ലുകൾ സെലക്ട് ചെയ്തു. ഇതിൽ എത്ര സെല്ലുകളിൽ ന്യൂമറിക് വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, എന്റർ കീ പ്രസ് ചെയ്തു. നോക്കൂ, 4 സെല്ലുകളിലാണല്ലോ. നോക്കൂ, 1 2 3 4 കണ്ടോ. നമുക്കിനി ഇവിടെ ഒരു നമ്പർ അടിച്ചു നോക്കാം വെറുതെ. അപ്പൊ നോക്കൂ, ഓട്ടോമാറ്റിക്കലി അത് 5 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു നമ്പർ അടിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് 6 ആയി. അപ്പൊ നമ്മൾ ആ സെലക്ട് ചെയ്ത റേഞ്ചുകളിൽ എത്ര സെല്ലുകളിൽ ന്യൂമറിക് വാല്യൂ ഉണ്ട് എന്നുള്ളത് റിട്ടേൺ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് നമ്പേഴ്സ് മാത്രമല്ല ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂമറിക് വാല്യൂ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഡേറ്റിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാൻ കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതായത് ഡേറ്റ് എൻ്റർ ചെയ്താൽ അതും കൗണ്ട് ചെയ്തിട്ട് നമുക്ക് തരും. നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം, ഈക്വൽ കൗണ്ട് ഫംഗ്ഷൻ. എന്നിട്ട് നമ്മൾ ഇത്രയും സെല്ലുകളെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, എന്റർ കീ പ്രസ് ചെയ്തു. നോക്കൂ, 8 എന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നോക്കൂ, 1 2 3 4 അല്ലെ. സാലറി 4 റോയിലുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് 4 റോയില്.
അല്ലെ? അപ്പൊ അതില് നമുക്ക് 8 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്തു. അപ്പോൾ ന്യൂമറിക് വാല്യൂ ഉള്ള സെല്ലുകളൊക്കെ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ നമ്പർ ആയിരിക്കും കൗണ്ട് ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ തരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾക്ക് ഡേറ്റഡ് ഇഫ് ഫംഗ്ഷൻ, അടുത്ത ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് ഡേറ്റഡ് ഇഫ് ഫംഗ്ഷൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഡേറ്റഡ് ഇഫ് ഫംഗ്ഷന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഡേറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഇയേഴ്സ്, മന്ത്സ് ഓർ ഡേയ്സ്. ഓക്കെ, അതായത് നമുക്ക് ഡേറ്റഡ് ഇഫ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് 2 ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 ഡേറ്റുകളുടെ ഇടയിൽ എത്ര ദിവസമുണ്ട്, എത്ര മാസമുണ്ട്, എത്ര വർഷമുണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഡേറ്റഡ് ഇഫ് ഫംഗ്ഷന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് 2 ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഡ്യൂറേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കും. അതായത് ഒരു സംഭവം തുടങ്ങിയ ഡേറ്റും അവസാനിച്ച ഡേറ്റും കിട്ടി, അപ്പൊ എത്ര കാലം അവരവിടെ ആ സംഭവം ചെയ്തു, അല്ലെ? എത്ര ദിവസം ചെയ്തു, എത്ര മാസം ചെയ്തു, എത്ര വർഷം ചെയ്തു എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റഡ് ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പിന്നെ ഈ ഫംഗ്ഷൻ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, ഇറ്റ്സ് എ ഹിഡൻ ഫംഗ്ഷൻ, മീനിങ് ഇറ്റ് ഡസ് നോട്ട് ഷോ അപ്പ് ഇൻ എക്സൽസ് ഫോർമുല സജഷൻസ് ബട്ട് ഇറ്റ് വർക്ക് ഈസ് ടൈപ്പ്ഡ് മാനുവലി. അതായത് നമ്മൾ എല്ലാ ഫംഗ്ഷനും ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ അങ്ങനെ എഴുതി കാണിച്ചു തരും, അല്ലെ? ഫംഗ്ഷന്റെ പേരും അതിന്റെ സിന്റാക്സും നമുക്ക് എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ ഫംഗ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ പേരൊന്നും കാണിച്ചു തരില്ല. അതാണ് ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത. പക്ഷെ നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡേറ്റഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാന്നുള്ളത്. ഡേറ്റഡ് ഫംഗ്ഷന്റെ ഉപയോഗം ഇങ്ങനെയാണ്: ഈക്വൽ ഡേറ്റഡ് ഇഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ഡേറ്റ്. എന്താണ് സ്റ്റാർട്ട് ഡേറ്റ്? ഏതാണോ സ്റ്റാർട്ട് ഡേറ്റ്, കോമ എൻഡ് ഡേറ്റ്. ഓക്കെ, കോമ ഡബിൾ കൊട്ടേഷനില് ഡേ, ഡേ ആണ് നമുക്ക് വേണ്ട ഡി കൊടുക്കാം, അല്ലെങ്കിൽ മാസമാണ് വേണ്ടെങ്കിൽ എം കൊടുക്കാം, ഇയർ ആണ് വേണ്ടെങ്കിലോ വൈ കൊടുക്കാം. ഡബിൾ കൊട്ടേഷൻ ക്ലോസ്, ബ്രാക്കറ്റ് ക്ലോസ്. ഇതാണ് നമ്മുടെ ഡേറ്റഡ് ഇഫ് ഫംഗ്ഷന്റെ യൂസേജ് അല്ലെങ്കിൽ സിന്റാക്സ്. ഇതാണ്, മനസ്സിലായല്ലോ? അപ്പോ ഡേറ്റഡ് ഇഫ്, ദെൻ സ്റ്റാർട്ട് ഡേറ്റ്, കോമ എൻഡ് ഡേറ്റ്, കോമ ഡബിൾ കൊട്ടേഷനിൽ ഡേ ആണ് വേണ്ടെങ്കിൽ ഡി കൊടുക്കാം, മന്ത് ആണെങ്കിൽ വേണ്ട എം കൊടുക്കാം, ഇയർ ആണ് വേണ്ടെങ്കിൽ ഇയർ കൊടുക്കാം, ഡബിൾ കൊട്ടേഷൻ ക്ലോസ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ ഉണ്ടാക്കിയുള്ള ഡാറ്റ നോക്കൂ. നെയിം ഓഫ് സ്റ്റുഡന്റ്, കോഴ്സ് നെയിം, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, അല്ലെ? എനിക്ക് ഈ ഓരോ കുട്ടികളുടെ പേരുണ്ട്, അവരുടെ കോഴ്സിന്റെ പേരുണ്ട്, സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഉണ്ട്, എൻഡ് ഡേറ്റ് ഉണ്ട്, അല്ലെ? അപ്പൊ ഓരോ കോഴ്സുകളാണ്, എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ കോഴ്സുകളാണ്, PGDCA, DCA, DIFA. ഓക്കെ, അപ്പൊ ഈ കോഴ്സുകളുടെ ഒക്കെ ഇവർ പഠിച്ച കാലയളവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തുടങ്ങിയ ഡേറ്റും അവസാനിച്ച ഡേറ്റും ഉണ്ട്. അപ്പൊ അവർ എത്ര മാസം പഠിച്ചു എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ ഇൻ മന്ത്, ഇവിടെ മന്തിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ഡേറ്റഡ് ഇഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, ഇനി സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അപ്പൊ സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, F6 എന്ന് പറഞ്ഞു, കോമ എൻഡ് ഡേറ്റ്, ഇതാ ഈ സെല്ലാണ് വേണ്ടത്, അല്ലെ? G6, അല്ലെ? കോമ ഡബിൾ കൊട്ടേഷനിൽ എന്ത് പറയാനാ പറഞ്ഞിരിക്കുന്നത്? മന്ത് ആണെങ്കിൽ എന്ത് പറയാ? M, ഡബിൾ കൊട്ടേഷൻ ക്ലോസ്, ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, ഇതും ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്തോളൂ. അപ്പൊ നോക്കൂ, 14 മാസമാണ് ഈ കുട്ടി PGDCA എന്നുള്ള കോഴ്സ് പഠിച്ചത്, അല്ലെ? ഒരു വർഷത്തെ കോഴ്സാ തോന്നുന്നു, പക്ഷെ 2 വർഷം അധികം പഠിച്ചിട്ടുണ്ട് ആ കുട്ടി, അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് താഴോട്ട് എന്ത് ചെയ്യാം? ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കുട്ടികൾ എത്ര കാലം പഠിച്ചു എന്നറിയാം. അപ്പൊ നോക്കൂ, ഇവിടെ DCA ഈ കോഴ്സൊക്കെ 6 മാസമേ പഠിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇത് മാസത്തിലാണ്. നമുക്ക് ഇതേ ഡാറ്റയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഡേയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ ഈക്വൽ എന്താണ് ഡേറ്റഡ് ഇഫ്, നോക്കൂ, നമുക്ക് ഡേറ്റഡ് ഇഫ് എന്നുള്ള ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ട ആ ഫംഗ്ഷന്റെ രൂപമൊന്നും ഇവിടെ കാണിച്ചു തരില്ല. ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണിച്ചു തരാറുണ്ട്, അല്ലെ? പക്ഷെ ഈ ഫംഗ്ഷൻ അങ്ങനെ കാണിച്ചു തരില്ല. അതാണ് ഈ ഫംഗ്ഷന്റെ പ്രത്യേകത. നോക്കൂ, ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തു, അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ഡേറ്റ്, അല്ലെ? അതിനുശേഷം കോമ എൻഡ് ഡേറ്റ്, അല്ലെ? ദെൻ കോമ നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത്? ഡേ ആണ് കിട്ടേണ്ടത്, അല്ലെ? അപ്പൊ നമ്മൾ ഡബിൾ കൊട്ടേഷനിൽ D എന്ന് കൊടുക്കാം, ഡബിൾ കൊട്ടേഷൻ ക്ലോസ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്.
അല്ലേ? ഇനി ജസ്റ്റ് എന്ത് ചെയ്യാ, എൻ്റർ കീ പ്രസ് ചെയ്തോളൂ. കണ്ടോ, 427 ദിവസമാണ് ആ കുട്ടി PGDCA പഠിച്ചത്. അപ്പൊ നമുക്ക് ഇത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഓരോ കോഴ്സിനും അവർ യൂസ് ചെയ്ത ദിവസങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഇയർ കണ്ടുപിടിക്കാം. ഇയർ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഫംഗ്ഷൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല അല്ലെ? എന്താണ്? ഡേറ്റഡ് ഇഫ്, ദെൻ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കാം, കോമ, എൻഡ് ഡേറ്റ് കൊടുക്കാം, കോമ, ഡബിൾ കൊട്ടേഷനിൽ y എന്ന് ടൈപ്പ് ചെയ്യാം, ഡബിൾ കൊട്ടേഷൻ ക്ലോസ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ ചെയ്തോളൂ. നോക്കൂ, ഈ കോഴ്സ് 1 വർഷമുണ്ട് അല്ലെ? അപ്പൊ 1 വർഷം അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരുള്ളൂ, അല്ലെങ്കിലൊക്കെ അത് 0 ആയിരിക്കും കാണിക്കുക. നോക്കൂ, ഇവിടെയൊക്കെ 0 ആയിരിക്കും കാണിക്കുക. 0 ഇയർ ആണ് അല്ലെ? ഇവിടെ 0 ഇയർ ആണ്. അപ്പൊ ഇത് 1 ഇയർ ഉണ്ട് അല്ലെ? അപ്പൊ ഇത് 14 മാസം ശരിക്കും ഉണ്ട്, പക്ഷെ ഇത് 1 ഇയറേ കാണിക്കുള്ളൂ. ഈ 24 മാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇയർ കാണിച്ചു തരും. ഓക്കെ, അപ്പൊ 2 ഡേറ്റുകളുടെ ഇടയ്ക്കുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ഡേറ്റഡ് ഇഫ് ഫംഗ്ഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ആണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നോക്കൂ, ദ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ഇൻ എക്സൽ counts the number of cells in a range that meets a specified condition or criteria. ക്രൈറ്റീരിയ എന്നാണ് കേട്ടോ, ക്രൈറ്റീരിയ എന്നാണ്. അത് സ്പെല്ലിംഗ് കുറച്ച് തെറ്റിയുണ്ട്. ക്രൈറ്റീരിയ. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മളെ ഒരു പ്രത്യേക റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത സെല്ലുകളിൽ നിന്നും നമ്മളൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുന്നു. ആ കണ്ടീഷൻ പ്രകാരമുള്ള റെക്കോർഡുകൾ എത്ര എണ്ണം ഉണ്ട്, അതിന്റെ ഒരു നമ്പർ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് കൗണ്ട് ഇഫ് ഫംഗ്ഷൻ. അപ്പൊ നമ്മളൊരു റേഞ്ച് സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മളൊരു പറയുകയാണ് ഒരു ഐറ്റം, ആ ഐറ്റത്തിന്റെ പേര് പറയുന്നു, ആ ഐറ്റം എത്ര എണ്ണം അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ആ ചോദിക്കുന്നതിന് ആ സെലക്ട് ചെയ്ത സെല്ലുകളിൽ നമ്മൾ പറഞ്ഞ ഐറ്റം എത്ര ഉണ്ടോ ആ നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് ആ ഫംഗ്ഷനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നെയിം ഓഫ് കാൻഡിഡേറ്റ്, കോഴ്സ് നെയിം അല്ലെ? ഞാൻ കുറെ കുട്ടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, കോഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. DCA, ഡിഫ, PGDCA, ഡിഫ, PGDCA, ഇങ്ങനെ 3 കോഴ്സുകളാണ് ഉള്ളത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഈ കോഴ്സുകൾ, ഓരോ കോഴ്സുകൾ, ഇപ്പൊ DCA എന്ന് പറയുന്ന കോഴ്സുകളിൽ എത്ര ആള് പഠിക്കുന്നുണ്ടെന്ന് അറിയണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൗണ്ട് ഇഫ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ DCA എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ചെക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ DCA എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെയാണ് കൗണ്ട് ഇഫ് ഫംഗ്ഷൻ കൊടുക്കുന്നത്. കൗണ്ട് ഇഫ് ഫംഗ്ഷന്റെ സിന്റാക്സ് ഇതാണ്, കൗണ്ട് ഇഫ് റേഞ്ച് കോമ കണ്ടീഷൻ. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, ഇവിടെ ഞാൻ പറയുന്നു ഈക്വൽ, ദെൻ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ കൊടുത്തു. അതിനുശേഷം ഞാൻ റേഞ്ച് എന്നുള്ളതിൽ ഞാനിതാ ഈ ഒരു കോളം സെലക്ട് ചെയ്തു. ഓക്കെ, കോഴ്സ് നെയിം എന്നുള്ള ഈ കോളം സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ പറയുന്നു അതിനുശേഷം കോമ അല്ലെ? കോമ, ഇനി കണ്ടീഷൻ ആണ്. കണ്ടീഷന് വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് ആയതുകൊണ്ട് ഡബിൾ കൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് DCA എന്ന് കൊടുത്തു, ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ F6 മുതൽ F14 വരെയുള്ള ഈ സെല്ലുകളിലെ DCA എന്ന് പറയുന്ന കോഴ്സ് എത്ര പേര് പഠിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ നമ്പർ ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. നോക്കൂ, ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോളൂ. അതിനുശേഷം എൻ്റർ അടിച്ചു നോക്കൂ, 4 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? അതായത് 1 DCA 1 ഇതാ, 2 ഇതാ, 3 ഇതാ, 4 ഇതാ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിയുടെ DCA ഒന്നും കൂടെ ആക്കി കൊടുക്കാം. ഇവിടെ ഒരു DCA അഡീഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ 4 എന്നുള്ളത് എന്തായിട്ടുണ്ട്, 5 ആവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു കോഴ്സ്, ഇപ്പൊ നമുക്ക് DCA എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഡിഫ എന്നുള്ള കോഴ്സ് ആക്കണം. ഡിഫ. ഓക്കെ, അപ്പൊ ഡിഫ എന്നുള്ള കോഴ്സ് പഠിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഈക്വൽ എന്ത് പറയാം, കൗണ്ട് ഇഫ്, അതിനുശേഷം നമ്മൾ പറയുന്നു എന്താണ്, റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം കോമ, ഡബിൾ കൊട്ടേഷനിൽ നമ്മൾ പറയുന്നു ഡിഫ അല്ലെ? അല്ലെങ്കിൽ ഡിഫ എന്ന് കൊടുക്കണമെന്നില്ല, അവിടെ നമ്മൾക്ക് ഡിഫ എന്നുള്ള സെല്ലിൽ സെലക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പൊ നമ്മൾ ഈ സെല്ല് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഡിഫ എന്നുള്ള സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, ദെൻ അതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഡബിൾ കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, സെല്ലിന്റെ പേരാ കൊടുത്തത്. ഓക്കെ, നോക്കൂ, നമുക്ക് ഡിഫ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയേ ഉള്ളൂ അല്ലെ? ഇനി നമുക്ക് ഇവിടെ നമ്മൾ സെല്ലിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനി അടുത്ത കോഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇവിടെ
PGDCA പഠിച്ച കുട്ടികൾ എത്ര ഉണ്ടെന്ന് അറിയണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു നോക്കൂ. 3 എന്ന് വന്നിട്ടുണ്ട്. നോക്കൂ, 1, 2, 3 അല്ലെ. ഇനി നമുക്ക് ഓരോ കോഴ്സുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ സെല്ലിന്റെ പേര് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തോണ്ടാ. നേരത്തെ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞിട്ട് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു, എന്നിട്ട് ഡബിൾ കൊട്ടേഷനിൽ DCA കൊടുത്തു. അതുകൊണ്ട് DCAയുടെ മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ നമ്മളിവിടെ കോഴ്സിന്റെ പേര് എന്നുള്ളൊരു കോളം വെച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെല്ല് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ സെല്ലിൽ നമ്മൾ വാല്യൂ മാറ്റുന്നതിനനുസരിച്ച് അതിന്റെ കൗണ്ട് ആയിരിക്കും നമുക്ക് ഇവിടെ തന്നുകൊണ്ടിരിക്കുക. മനസ്സിലായല്ലോ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ നമ്പേഴ്സ് നമുക്ക് ചെയ്യാം. അപ്പൊ നോക്കൂ, ഞാൻ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 1, 2 നോക്കൂ, ഞാൻ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ? നോക്കൂ, ഇത്രയും നമ്പേഴ്സ് 1, 1, 2, 2, 2 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര 2 ഉണ്ട് എന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു കൗണ്ട് ഇഫ് അല്ലെ. കൗണ്ട് ഇഫ് അതിന് ശേഷം ഫംഗ്ഷൻ കൊടുത്തോ, ദെൻ അതിൽ നമ്മൾ ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു അല്ലെ. ആ നമ്പേഴ്സ് എൻ്റർ ചെയ്ത റേഞ്ച് കൊടുത്തു. അതിനുശേഷം കോമ ഇട്ടിട്ട് നമ്മുടെ കണ്ടീഷൻ എന്താ വേണ്ടത്? നമുക്ക് 2 ആണ്. 2 എത്ര ഉണ്ട് എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ എൻ്റർ അടിച്ചു നോക്കൂ. നമുക്ക് നോക്കൂ, ഇവിടെ 3 എന്ന് വന്നിട്ടുണ്ട് അല്ലെ. കാണാനില്ലേ? നമുക്ക് 3 എന്ന് വന്നിട്ടുണ്ട് അവിടെ. കേട്ടോ, 3 എന്നുള്ള വാല്യൂ ആണ് അവിടെ വന്നിട്ടുള്ളത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്തത്. എന്താ ചെയ്തത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ഈക്വൽ കൗണ്ട് ഇഫ്, ദെൻ എന്ത് ചെയ്തു? ഞാൻ ഇത്രയും സെല്ലുകൾ സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് 1 എത്ര സെല്ലിൽ ഉണ്ടെന്ന് അറിയണം. അപ്പൊ അതിന് കോമ കൊടുത്തു, ജസ്റ്റ് 1 എന്ന് ടൈപ്പ് ചെയ്തു, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. നോക്കൂ, 2 സെല്ലുകളിലാണ് എന്തുള്ളത്? 1 ഉള്ളത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് മാത്രമല്ല നമ്പേഴ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ കൊടുത്താൽ നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിൽ ആ കണ്ടീഷൻ പ്രകാരമുള്ള സെല്ലുകൾ എത്രയുണ്ട് എന്നുള്ള നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഓരോ കോഴ്സുകൾ, ഇപ്പൊ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കുറെ കുട്ടികളുടെ പേരും അവരുടെ കോഴ്സുകളൊക്കെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുട്ടികളിൽ എത്ര പേര് DCA പഠിക്കുന്നവരുണ്ട്, എത്ര PGDCA പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡിഫ പഠിക്കുന്നവരുണ്ട് എന്നുള്ള നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കൗണ്ട് ഡിഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് മാക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും മിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും 2 ഓപ്പോസിറ്റ് ഫംഗ്ഷൻസ് ആണ് അല്ലെ. അതായത് മാക്സ് ഫംഗ്ഷനും മിൻ ഫംഗ്ഷനും നമുക്ക് ഈ പേര് കാണിക്കുന്നത് പോലെ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി? മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കാണാൻ വേണ്ടിയിട്ട് അല്ലെ. ദ മാക്സ് ആൻഡ് മിൻ ഫംഗ്ഷൻ ഇൻ എക്സൽ ആർ സിമ്പിൾ യെറ്റ് പവർഫുൾ ടൂൾസ് ഫോർ ഫൈൻഡിങ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ ഇൻ എ ഗിവൺ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഓർ ഡാറ്റ. നമ്മളൊരു റേഞ്ചിൽ നമ്മളൊരു മൾട്ടിപ്പിൾ സെല്ലുകൾ സെലക്ട് ചെയ്തിട്ട് അതിൽ കുറെ നമ്പേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നിൽക്കുക. അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്നും ചെറിയ വാല്യൂ ഏതാണെന്നും കണ്ടുപിടിക്കാനാണ് നമ്മൾ മാക്സ് ഫംഗ്ഷനും മിൻ ഫംഗ്ഷനും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. നോക്കൂ, ഞാൻ ഇവിടെ കുറച്ച് കുട്ടികളുടെ പേരും അവരുടെ ടോട്ടൽ മാർക്കും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മാക്സ് ഫംഗ്ഷന്റെ ഉപയോഗം ഇങ്ങനെയാണ്: മാക്സ് റേഞ്ച് ഓർ നമ്പേഴ്സ്. ഇതാണ് മാക്സ് ഫംഗ്ഷന്റെ യൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ റേഞ്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാൻ ഇവിടെ മാക്സിമം മാർക്ക് എന്നുള്ള ഈ കോളത്തിൽ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളുടെ മാർക്കിൽ മാക്സിമം മാർക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം ചെയ്യാണ്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ഈക്വൽ മാക്സ് ഫംഗ്ഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിതാ ഈ ടോട്ടൽ മാർക്ക് എൻ്റർ ചെയ്ത ഇത്രയും ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കൂ. 900 എന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ മാർക്കുകളിൽ ഏറ്റവും വലിയ മാർക്ക് എത്രയാ? 900. കണ്ടോ? 900 എന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മിൻ ഫംഗ്ഷൻ അല്ലെ, എന്താണ് ഏറ്റവും ചെറിയ വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാ. ഈക്വൽ മിൻ ഫംഗ്ഷൻ അല്ലെ, ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഏറ്റവും ചെറിയ മാർക്ക് കിട്ടിയ ആൾ ആരാന്ന് വെച്ചാൽ അവരെ മാർക്ക് കിട്ടും. നോക്കൂ, 425 ആണ് ഏറ്റവും കുറഞ്ഞ മാർക്ക്. കേട്ടോ? അപ്പൊ നമുക്ക് കൂടിയ നമ്പറിനെ കണ്ടുപിടിക്കാനും കുറഞ്ഞ നമ്പറിനെ കണ്ടുപിടിക്കാനാണ് മാക്സും മിന്നും ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഫംഗ്ഷൻസ് തന്നെ നമുക്ക് മറ്റൊരു രൂപത്തിൽ ഉപയോഗിക്കാം. നമുക്ക് നമ്പേഴ്സ് ഡയറക്റ്റ് എൻ്റർ ചെയ്തിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് മാക്സ് എന്ന് കൊടുത്തു, എന്നിട്ട് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ 10, 20, 5, 100 ഇങ്ങനെ ഇത്രയും നമ്പേഴ്സ് കൊടുത്തു. നമുക്ക് വേണ്ട നമ്പേഴ്സ് കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്റർ കീ പ്രസ് ചെയ്ത് നോക്കൂ. അപ്പൊ 10, 20, 5, 100 ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 100 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ 100 എന്നുള്ള വാല്യൂ ആയിരിക്കും അവിടെ റിട്ടേൺ ചെയ്യാം. ഓക്കെ,
ഇതേപോലെ നമ്മൾ മിൻ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത് വെച്ചാലോ, ഈക്വൽ മിൻ എന്ന ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതേപോലെ നമ്പേഴ്സ് കൊടുക്കാം. നമ്മളിതാ 100 കൊടുത്തു, കോമ 90 കൊടുത്തു, കോമ 1 കൊടുത്തു, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ ഈ നമ്പേഴ്സിൽ ഏറ്റവും ചെറുതായിട്ടുള്ള 1 എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ മാക്സിമം ഫംഗ്ഷനും മിനിമം ഫംഗ്ഷനും അല്ലേ. അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇത്രയും ഫംഗ്ഷനോട് കൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഫംഗ്ഷൻസുമായി വരാം. ഇത് ബേസിക് ഫംഗ്ഷൻ ആണ്. നമ്മൾ ബേസിക് ഫംഗ്ഷൻ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ അഡ്വാൻസ് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബേസിക് ഫംഗ്ഷൻ അല്ലേ എന്ന് വെച്ചിട്ട് ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ബേസിക് ഫംഗ്ഷനും പഠിക്കുക. ഇത്തരം ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ അഡ്വാൻസ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബേസിക് ഫംഗ്ഷൻ ആണ് കരുതി തള്ളിക്കളയരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നും പറയുന്നത് പോലെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അവരോട് വീഡിയോ കാണാൻ പറയണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം ഈ ഫംഗ്ഷന്റെ അഡ്വാൻസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ച ഫംഗ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ വീണ്ടും നമുക്ക് ഒരുപാട് ഫംഗ്ഷനുമായി അടുത്ത ദിവസം കാണാം. ബൈ.